നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും മികച്ച പോളിംഗ്. തമിഴ്നാട്ടിൽ 56.81%, പശ്ചിമബംഗാളിൽ 62.18% പേരും വോട്ട് രേഖപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ പശ്ചിമബംഗാളിലെ 152 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ബംഗാളിലെ അസൻഗോളിൽ ബിജെപി സ്ഥാനാർത്ഥി അഗ്നിമിത്ര പോളിന്റെ കാറിന് നേരെ കല്ലേറുണ്ടായി. കാറിന്റെ ചില്ലുകൾ തകർന്നു. ശ്രീനാഥ് ചന്ദ്രനുണ്ട് നന്ദിഗ്രാമിൽ നിന്നൊപ്പം സൂര്യഗായത്രി, ഷാരിഖ് നവാസ് എന്നിവരും ചേരുന്നു. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്ക്. ശ്രീനാഥ്, വലിയ പോളിംഗ് ആണ് പശ്ചിമബംഗാളിൽ നടക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ വലിയ സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് നിലവിൽ പോളിംഗ് പുരോഗമിക്കുന്നത്? അക്രമ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അമൽ, പതിവ് പോലെ തന്നെ പൊടിപാറിയ പ്രചാരണത്തിനൊത്ത നിലയിൽ തന്നെ പോളിംഗ് ബംഗാളിൽ ഇത്തവണയും ഉണ്ടാവുന്നു. ഇതുവരെയുള്ള കണക്ക്, ഔദ്യോഗിക കണക്ക് പ്രകാരം 62.18 ആണ് ബംഗാളിൽ ഇതുവരെയുള്ള പോളിംഗ്. അതായത് കഴിഞ്ഞ തവണത്തിന് സമാനമായ തരത്തിലൊരു കനത്ത പോളിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നന്ദിഗ്രാമിൽ തന്നെ കഴിഞ്ഞ തവണ 88% മുകളിലായിരുന്നു പോളിംഗ് നടന്നത്. ഇത്തവണയും അത് അങ്ങനെ തന്നെ ആകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഇന്നിപ്പോൾ പകൽ ആദ്യ ഒരു പകുതിയിൽ ശാന്തമായി ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി. വലിയ കാര്യമായ സംഘർഷങ്ങൾ എവിടെ ഉണ്ടായിരുന്നില്ല. ചെറിയ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കുറച്ച് വലിയ സംഘർഷം നടന്നതിന്റെ ചില സൂചനകളാണ്. അസൻസോളിൽ BJP സ്ഥാനാർത്ഥി അഗ്നിമിത്ര പോളിന്റെ കാറിന് നേരെ കല്ലേറ് നടന്നിരിക്കുന്നു. കാറിന്റെ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. നേരത്തെ മുർഷിദാബാദിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും ചെറിയ സംഘർഷങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ സംഘർഷമായിരുന്നില്ല. പാർട്ടി പ്രവർത്തകർ ചേരി തിരിഞ്ഞ് ഉന്തും തള്ളും മറ്റുമൊക്കെയായിരുന്നു. സുരക്ഷാ സേന ഉദ്യോഗസ്ഥരെത്തി ഇരു വിഭാഗങ്ങളെ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെ രാത്രി വോട്ടിംഗ് തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മുർഷിദാബാദിൽ ഏതോ അജ്ഞാതൻ ഒരു പെട്രോൾ ബോംബ് എറിഞ്ഞത് വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് മുർഷിദാബാദിൽ കാര്യമായ ഒരു സുരക്ഷ, ഒരു ജാഗ്രത സേനയുടെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര സേനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അഗ്നിമിത്ര പോളിന്റെ വാഹനം ആക്രമിച്ചത് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം സംഭവിച്ച വലിയ ഒരു അക്രമ സംഭവമാണ്. അതോടൊപ്പം തന്നെ മുർഷിദാബാദിൽ ബൂത്ത് നമ്പർ 141 EVM തകരാറ്, അത് 4 തവണ മെഷീൻ മാറ്റിയിട്ടും അവിടുത്തെ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുർഷിദാബാദിലാണ് അധിർ രഞ്ജൻ ചൗധരി, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആ ബൂത്തിലേക്ക് എത്തുകയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയുള്ള പ്രിസൈഡിംഗ് ഓഫീസർ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന തരത്തിൽ നിസ്സഹായനായി നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വാശിയോടെ തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ സംഘർഷങ്ങളിലേക്ക് വ്യാപകമായൊന്നും പോയിട്ടില്ല. അസൻസോളിൽ നടന്ന ഒരു സംഭവമുണ്ട്. മുർഷിദാബാദിൽ ചെറിയ ഉർദു തള്ളുമൊക്കെ നടന്നതാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ. ഏതായാലും പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയരും ഇത്തവണയും എന്ന കാര്യത്തിൽ ഇതുവരെ വന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല. അമൽ, ഇപ്പോൾ നമ്മൾ കാണുന്നത്, നേരത്തെ ശ്രീനാഥ് പറയുകയുണ്ടായി, അവിടെ അങ്ങിങ്ങ് അക്രമ സംഭവങ്ങൾ കൂടി രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാറിന് നേരെ, BJP സ്ഥാനാർത്ഥിയുടെ കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.